മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ അഴിക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു. 26/2026 നമ്പർ തടവുകാരനായാണ് രാഹുൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. രാഹുലിനെതിരെ വഴിനീള പ്രതിഷേധങ്ങളും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ക്രൂരതയുടെയും ഭീഷണിയുടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലുമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. അതേസമയം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ രാഹുൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുകയാണ്. സ്വതന്ത്രനായി നിന്നാലും പാലക്കാട് ജയിക്കുമെന്നാണ് അവകാശവാദം. രാത്രി 12:30 പാലക്കാട് നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 6 മണിക്കൂറോളമാണ് രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ, ഷിജോ കുര്യൻ, ഐഷത്തുൽ ഷംന എന്നിവർ ചേരുന്നു. ആദ്യം ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, ഇവിടെ എമ്പാടും ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ ഈ കാട്ടുകോഴി എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ ആ പറയുന്ന തലങ്ങൾക്കും മാനങ്ങൾക്കും അപ്പുറം ഷഫീദിലേക്ക് എത്താം. ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ രാവിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങുമ്പോഴൊക്കെ വഴിനീള വലിയ പ്രതിഷേധം, ഒരുപക്ഷെ അടുത്ത കാലത്ത് പത്തനംതിട്ട കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് ആ നാട് സാക്ഷ്യം വഹിച്ചത്. ഷിജോ. ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ആദ്യ 2 പരാതി ഉയർന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് അടക്കമുള്ള വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും പത്തനംതിട്ട ജില്ലയിൽ അത്തരത്തിലൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂന്നാമത്തെ പരാതി വരുന്നു. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിനാടകീയമായിട്ടുള്ള നീക്കം നടത്തി SIT രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇന്നലെ രാത്രി 12:00 പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചത്. AR ക്യാമ്പിലെത്തിച്ച് ഏതാണ്ട് ഒരു 11 മണിവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ SIT IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഈ വിശദമായ ചോദ്യം ചെയ്യലിലൊന്നും ഒരിക്കൽ പോലും ഒരു സഹകരിക്കുന്ന ഒരു മനോഭാവം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടില്ല. എല്ലാത്തിനും തന്റെ അഭിഭാഷകൻ മറുപടി പറയുമെന്നുള്ള ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായിട്ട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ സ്വീകരിച്ചത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഈ പരാതിയിൽ പറയുന്നത് പോലെ യാതൊരു വിധത്തിലുമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യലെന്ന് പൂർണ്ണമായിട്ട് നിസ്സഹകരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ എന്തായാലും ആ 6 മണിക്കൂർ കൊണ്ട് അങ്ങേയറ്റം ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകൾ രാഹുലിന്റെ പക്കൽ നിന്ന് SIT ശേഖരിച്ചിട്ടുണ്ട്. രാഹുലിന്റെ FIRലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്ന ചില കാര്യങ്ങൾ അങ്ങേയറ്റം ഗുരുതര സ്വഭാവമുള്ളതാണ്. നമുക്കത് ഒരു മാധ്യമത്തിലൂടെ തുറന്നു പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ പോലും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന 12 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമസഭാ സാമാജികനായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പുറത്തേക്കിറങ്ങിയാൽ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യാൻ ഇടയുള്ള ഒരാളാണ്. അതായത് ഇതേ രീതിയിലുള്ള ലൈംഗിക വൈകൃതമുള്ള ആളാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യും. ആദ്യ പരാതി വരുന്നു, രണ്ടാമത്തെ പരാതി വരുന്നു. അതിന് രണ്ടിനും സമാനമായ പരാതി വരുന്നത് മൂന്നാമത്തെ കേസിലാണ് അറസ്റ്റിലാകുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒരേ മോഡസ് ഓഫ് പ്രാൻഡിയിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാത്തിനും ഒരേ പാറ്റേണിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികളെ സമീപിച്ചിരിക്കുന്നത്. അവരും അതേ രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മൂന്നാമത്തെ പരാതിയിൽ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവന് ആപത്തുണ്ടാകുന്ന തരത്തിലേക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. തെളിവ് നശിപ്പിക്കും, വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങൾ FIRലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതായത് ആദ്യം AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. AR ക്യാമ്പിൽ നിന്ന് നേരെ പോയത് ജില്ലാ ആശുപത്രിയിലേക്കാണ്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ യുവമോർച്ചയും DYFI പ്രവർത്തകരും രാഹുലിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. രാഹുലിന് വാഹനത്തിൽ നിന്നിറങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ ഒരു പ്രതിഷേധമാണ് യുവമോർച്ച
യുവമോർച്ചയും ഡിവൈഎഫ്ഐയും തീർത്തത്. രാഹുലിന് ജയിലിൽ പൊതിച്ചോറ് എത്തിച്ചു നൽകി ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ വലിയ തരത്തിൽ കളിയാക്കിയ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആ രീതിയിലായിരുന്നു. അതിനപ്പുറത്തേക്ക് യുവമോർച്ച ചെയ്തത് യുവമോർച്ച രാഹുലിനെ കോഴിക്കോട്ടിൽ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടും മാങ്ങാണ്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് ജില്ലാ ആശുപത്രിയിൽ കണ്ടത്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതിയിലാണ് ഹാജരാക്കാൻ കൊണ്ടുവന്നത്. വരുന്ന വഴിക്കൊക്കെ ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി അവിടുന്ന് റിമാൻഡിലേക്ക് വിട്ടപ്പോൾ യുവമോർച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവിടെ ഒരു യുവമോർച്ച പ്രവർത്തകന്റെ കാലിലൂടെ പോലീസ് ജീപ്പ് കയറുകയും കാലിലേക്ക് ഇടിക്കുകയും ആ കാലൊടിയുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ വലിയ പ്രതിഷേധം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നടക്കുന്നവരെ ഉണ്ടായിരുന്നു. അതിനുശേഷം മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെയും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അങ്ങനെ അത്തരത്തിൽ വഴിയിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കരയിലെ സ്പെഷ്യൽ ജയിലിലെ അഴിക്കുള്ളിലായിട്ടുള്ളത്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും രാഹുൽ പുറത്തിറങ്ങിയാൽ ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും, അതിജീവിതമായി ഭീഷണിപ്പെടുത്തും, അവരുടെ ജീവൻ ആപത്തുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുലിന്റെ DNA പരിശോധനാ ഫലം എടുത്തിട്ടുണ്ട്, DNA രക്തസാമ്പിൾ അടക്കം എടുത്തിട്ടുണ്ട്. അത് DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ഘടനയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി 2024 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ പീഡനത്തിന്, ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള പീഡനത്തിന് ഇരയായത്. അത് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ട്, ഈ ബ്രൂട്ടൽ എന്ന് വാക്ക് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും വൈകൃതമായ തരത്തിൽ അങ്ങേയറ്റം ലൈംഗിക വൈകൃതത്തോടു കൂടി തന്നെ ആ പെൺകുട്ടിയെ രാഹുൽ പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഈ പെൺകുട്ടി SITക്ക് മുമ്പാകെ തുറന്നു പറയുകയും അതിന് നൽകാൻ കഴിയുന്ന തെളിവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.